ഹായ് കുട്ടികളെ മാതാപിതാക്കളെ, ക്ലാസ് കോച്ചിങ്ങിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി 2024 പബ്ലിഷ് ചെയ്തിട്ടുള്ള പുതിയ സ്കീമിലേക്കും പുതിയ ബിടെക് കരിക്കുലം സ്ട്രക്ചറിലേക്കുമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുവാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഓട്ടോണമസ് കോളേജുകൾ ഒഴികെ ബാക്കിയുള്ള കോളേജുകളിലെ എല്ലാ കുട്ടികളും കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ സ്കീമിലും കരിക്കുലത്തിലുമാണ് പഠിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെയുള്ള കുട്ടികൾ 2019 പബ്ലിഷ് ചെയ്ത സ്കീമിലും കരിക്കുലത്തിലുമാണ് പഠിച്ചത്. എല്ലാ 5 വർഷത്തിലും എഞ്ചിനീയറിംഗ് സ്കീമും കരിക്കുലവും പുതുക്കുന്നതിനാൽ 2019 ശേഷം 2024 നമുക്ക് പുതിയ സ്കീമും കരിക്കുലവുമാണ് വരുന്നത്. അതിനാൽ തന്നെ ഈ വർഷം എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുത്ത് ചേരുന്ന ഫസ്റ്റ് ഇയർ കുട്ടികളെല്ലാവരും 2024 പുതിയ കരിക്കുലത്തിലാണ് പഠിക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും മാതാപിതാക്കളും ഈ വീഡിയോ വളരെ ശ്രദ്ധയോടെ കാണേണ്ടതും അവസാനം വരെയും ഈ വീഡിയോ കാണേണ്ടതുമാണ്. നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ചേർന്നിരിക്കുന്നത് വിവിധ ബ്രാഞ്ചുകളിലേക്കാണ് എങ്കിലും KTU പുതിയ സ്കീമിൽ ഈ ബ്രാഞ്ചുകളെ 4 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുന്നു. അതായത് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി ആൻഡ് ഗ്രൂപ്പ് ഡി. ഗ്രൂപ്പ് എയിൽ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നുള്ള ബ്രാഞ്ചുകളാണ് വരുന്നത്. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുതലായിട്ടുള്ള സൈബർ സെക്യൂരിറ്റി മുതലായിട്ടുള്ള ന്യൂ ഏജിൽ വന്നിരിക്കുന്ന ബ്രാഞ്ചുകളാണ് ഗ്രൂപ്പ് എയിൽ വരുന്നത്. ഗ്രൂപ്പ് ബിയിൽ ഇലക്ട്രിക്കൽ സയൻസിൽ വരുന്ന ബ്രാഞ്ചുകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കാനുള്ള കാരണം 2019 വരെ ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് പഠിക്കുവാനുള്ളത് എല്ലാ ബ്രാഞ്ചുകളിലും ഒരേ സിലബസ് തന്നെ ആയിരുന്നു എങ്കിലും 2024 ഗ്രൂപ്പുകളായി തിരിച്ച് പല സബ്ജക്റ്റുകളാണ് കുട്ടികൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. മിക്കവാറും സബ്ജക്റ്റുകൾ കോമൺ ആണ് എങ്കിലും കോമൺ അല്ലാത്ത സബ്ജക്റ്റുകളും കൂടി അവരുടെ ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ട് കുട്ടികൾ പഠിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ബ്രാഞ്ചുകളുടെ ഇമ്പോർട്ടൻസ് വരുന്ന രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് ഇയറിലെ സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ബിയിൽ ഇലക്ട്രിക്കൽ സയൻസിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ബയോമെഡിക്കൽ പോലെയുള്ള ബ്രാഞ്ചുകളെല്ലാം അതിലേക്കാണ് വരുന്നത്. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ മുതലായിട്ടുള്ള ബ്രാഞ്ചുകൾ വരുന്നു. ഗ്രൂപ്പ് സിയിൽ ഫിസിക്കൽ സയൻസ് ഗ്രൂപ്പ് എന്നാണ് പറയുക. ആ ഫിസിക്കൽ സയൻസ് ഗ്രൂപ്പിൽ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മുതലായിട്ടുള്ള പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, മെക്കാട്രോണിക്സ്, പോളിമർ പോലെയുള്ള എഞ്ചിനീയറിങ്ങുകൾ ആ സ്ട്രീമിലാണ് വരുന്നത്. ഇനി 4ാമത്തെ ഗ്രൂപ്പായ ഗ്രൂപ്പ് ഡി ലൈഫ് സയൻസ് ആൻഡ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആണ്. ആ ഗ്രൂപ്പിലേക്കാണ് ബയോടെക്നോളജി, ഫുഡ് ടെക്നോളജി പോലെയുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ വരിക. ഇനി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കൂടുതൽ ടഫറായ സിലബസിലേക്കും കരിക്കുലത്തിലേക്കുമാണ് എഞ്ചിനീയറിംഗ് സെഗ്മെൻറ്റ് മൂവ് ചെയ്യുന്നത്. കാരണം ടെക്നോളജി വലുതാവുന്നതിനനുസരിച്ചിട്ട് ഇൻഡസ്ട്രിയിൽ വരുന്ന ഡെവലപ്മെൻറ്റിന് ആനുപാതികമായി ആ പേപ്പറുകൾ നമ്മുടെ കുട്ടികളെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിപ്പിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. കൂടുതൽ അപ്ഡേറ്റഡ് സിലബസിലേക്ക് മാറേണ്ടത് KTUവിൻ്റെയും കൂടി ആവശ്യമാണ്, കുട്ടികളുടെയും ആവശ്യമാണ്. കാരണം ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കമ്പനികൾ ക്യാമ്പസുകളിലേക്ക് വരുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസും ടെക്നോളജികളും കുട്ടികൾ പഠിച്ചിരിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. അതിനാൽ തന്നെ കൂടുതൽ പേപ്പറുകൾ കുട്ടികൾ സെമസ്റ്ററുകളിൽ പഠിക്കുന്ന രീതിക്കാണ് പുതിയ കരിക്കുലം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ പുതിയതായി കുട്ടികൾക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നു. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, 1ാമത്തെ സെമസ്റ്ററിൽ കുട്ടികൾ 8 പേപ്പറുകളാണ് പഠിക്കേണ്ടത്. ഈ 8 പേപ്പറുകൾ പഠിക്കേണ്ട ഗ്രൂപ്പിൽ പൈത്തൺ പോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ കൂടി KTU ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നാസ്കോമിൻ്റെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് ഡിജിറ്റൽ കോഴ്സുകളും കുട്ടികൾ പഠിക്കേണ്ടതായിട്ട് വരുന്നു. ഈ സ്കിൽ എൻഹാൻസ്മെൻറ്റ് ഡിജിറ്റൽ കോഴ്സുകൾ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ അനാലിസിസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, സൈബർ സെക്യൂരിറ്റി, ബ്ലോക്ക് ചെയിൻ, റോബോട്ടിക് ആൻഡ് പ്രോസസ് ഓട്ടോമേഷൻ, അതുപോലെ തന്നെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, 3D പ്രിൻറ്റിംഗ് ആൻഡ് മോഡലിംഗ്, വെബ്, മൊബൈൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മാർക്കറ്റ്, റെസ്പോൺസിബിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾക്ക് ഒരു സിലബസും, അതുപോലെ തന്നെ ഗ്രൂപ്പ് സിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സിലബസും ഗ്രൂപ്പ് ഡിക്ക് മറ്റൊരു സിലബസുമാണ് യൂണിവേഴ്സിറ്റി ആദ്യത്തെ സെമസ്റ്ററിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ആയിരിക്കും തുടർന്നുള്ള സെമസ്റ്ററുകളിലും അറേഞ്ച്മെൻറ്റ്. എന്ന് വെച്ചാൽ എല്ലാ ബ്രാഞ്ചുകളിലും കുട്ടികൾ ഒരേ സബ്ജക്റ്റ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത് ഈ വർഷം മുതൽ യൂണിവേഴ്സിറ്റി ഒഴിവാക്കുകയാണ്.
ഇനി സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വന്നാൽ കുട്ടികൾ ആദ്യത്തെ സെമ്മിൽ 8 പേപ്പർ പഠിച്ച സ്ഥാനത്ത് 9 പേപ്പർ പഠിക്കേണ്ടതിലേക്ക് വരുന്നു. അതേപോലെ തന്നെയാണ് തുടർന്നുള്ള സെമസ്റ്ററുകളിലും വരുന്നത്. എന്നാൽ 7ാമത്തെ സെമസ്റ്ററിലും 8ാമത്തെ സെമസ്റ്ററിലും കുട്ടികൾക്ക് ഇന്റേൺഷിപ്പിനും അതുപോലെ തന്നെ പ്രോജക്റ്റ് വർക്ക്, സെമിനാർ മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നതിനാൽ പഠിക്കേണ്ടതായ നിർബന്ധിത പേപ്പറുകൾ കുറവ്. 1ാമത്തെ സെമ്മ് മുതൽ 6ാമത്തെ സെമ്മ് വരെ കൂടുതൽ കോർ പേപ്പറുകൾ പഠിക്കേണ്ടതായിട്ട് കുട്ടികൾക്ക് വരുന്നതാണ്. 7ാമത്തെ സെമ്മിലും 8ാമത്തെ സെമ്മിലും ഇൻഡസ്ട്രിയൽ ഓറിയന്റേഷനും ജോബ് ഓറിയന്റേഷനും കുട്ടികളെ ജോലിക്ക് പോകുവാനായിട്ട് പാകപ്പെടുത്തുന്നതിലേക്കുമാണ് ഈ ഒരു സ്കീമും സിലബസും യൂണിവേഴ്സിറ്റി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൽ പറ്റാൻ സാധ്യതയുള്ള ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1ാമത്തെ സെമ്മ് മുതൽ 6ാമത്തെ സെമ്മ് വരെ കുട്ടികൾ വളരെ പെട്ടെന്ന് തന്നെ ഇൻറ്റൻസായി പഠിച്ച് യൂണിവേഴ്സിറ്റി എക്സാമുകളിലേക്ക് റെഡിയായില്ല എങ്കിൽ 5 മാസം അല്ലെങ്കിൽ 6 മാസം മാത്രം ദൈർഘ്യമുള്ള ഒരു സെമ്മിൽ 8 പേപ്പറുകൾ അല്ലെങ്കിൽ 9 പേപ്പറുകൾ പഠിക്കേണ്ടി വരുമ്പോൾ കുട്ടികൾക്ക് ചില പേപ്പറുകൾ പഠിച്ചു തീർക്കാൻ സാധിക്കാതെ വരികയും ആ പരീക്ഷകൾക്ക് അവർ തോറ്റുപോകാൻ സാധ്യതയുള്ളതുമാണ്. അങ്ങനെ ബാക്ക് പേപ്പറുകൾ വന്നാൽ പിന്നീടുള്ള സെമസ്റ്ററുകളിൽ കൂടി അത് ബാധിക്കുകയും 7ാമത്തെ സെമ്മിലോ 8ാമത്തെ സെമ്മിലോ അവർക്ക് കിട്ടാനുള്ളൊരു ജോലി അതുമൂലം ഇല്ലാതായി പോകാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയറിലേക്ക് ജോയിൻ ചെയ്യുന്നവരാണ് എങ്കിൽ പുതിയ സ്കീം നന്നായി മനസ്സിലാക്കി തുടക്കത്തിലെ തന്നെ പേപ്പറുകൾ പഠിച്ചു തീർക്കുവാനും എത്ര നേരത്തെ പേപ്പറുകൾ പഠിച്ചു തീർക്കാമോ അത്രയും നേരത്തെ പേപ്പറുകൾ പഠിച്ചു തീർത്ത് പരീക്ഷയ്ക്ക് റെഡിയാകുവാനായിട്ട് തയ്യാറാവേണ്ടതുമാണ്. ഞങ്ങളുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ വീഡിയോ കാണുവാനായിട്ട് നോട്ടിഫിക്കേഷൻസും ഓൺ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. മറ്റൊരു അപ്ഡേറ്റഡ് ന്യൂസുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.